ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആളുമാരവും ഒടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഫുട്ബോൾ ലോകം ഇനി ആ കാറ്റ് നിറച്ച അഡിദാസ് റെഡിയാക്കിയ ആ തുകൽപന്തിന് പിന്നാലെ ഓടാൻ ഇനി 26 ദിനരാത്രങ്ങൾ മാത്രം. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഫുട്ബോൾ ലോകത്തെ കാത്തിരിക്കുന്നത്. നോർത്ത് അമേരിക്കയുടെ വർണ്ണാഭമായ വിശ്വവിരുന്നിന് ഇനി ഇനി നാളുകൾ ഇനി ഇനി കൗണ്ട് ഡൗൺ ബിഗിൻസ് എന്ന് നമുക്ക് പറയാം. അതിലേക്ക് 12 ഗ്രൂപ്പുകളിലായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്നു. പല ടീമുകൾ അവരുടെ സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഗ്രൂപ്പ് എ വിശദമായി ഒന്ന് പരിശോധിച്ച് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. ആദ്യമേ പറയാനുള്ളത് മെക്സിക്കോ ആണ്. അവരെ പറ്റി പറയുകയാണെങ്കിൽ 3 ലോകകപ്പാണ് അവർ, അതായത് 3 ലോകകപ്പിലാണ് അവർ ആതിഥേയർ എന്ന രീതിയിൽ പങ്കെടുത്തിട്ടുള്ളത്. സോ 3 ലോകകപ്പ് എന്ന് ഓർക്കണം. അതേപോലെ തന്നെ അവരുടെ മികച്ച താരം ഒച്ചാവോ ആണ് അവരുടെ മികച്ച താരം. പിന്നെ അതേപോലെ തന്നെ മികച്ചൊരു കോച്ചും അവർക്കുണ്ട്. അവസാന 5 മത്സരങ്ങൾ അവരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 ജയം, 1 തോൽവി, 1 സമനില, ഈ രീതിയിലാണ്. അതിൽ പോർച്ചുഗൽ അതേപോലെ ബെൽജിയം ടീമുകളോട് 2 സമനില അവർ അപരാജിതരാണെന്ന് ഓർക്കുക. പോർച്ചുഗൽ അയർലൻഡ് ടീമുകളോട് സമനിലയാണ് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ പോർച്ചുഗൽ അയർലൻഡിനോട് ജയം, പോർച്ചുഗൽ ബെൽജിയം ടീമുകളോട് സമനില. സോ 5 മത്സരങ്ങൾ. അതേപോലെ ജാവെ അഗ്വേറയാണ് അവരുടെ കോച്ച്. അതേപോലെ സാൻഡി എന്ന് പറയുന്ന ഒരു ഫോർവേഡ്, മികച്ചൊരു കീ പ്ലെയർ അവർക്കുണ്ട്. അവരുടെ ക്വാർട്ടർ ഫൈനലാണ് അവരുടെ ജേണി, മികച്ചൊരു ജേണി എന്ന് പറയുന്ന അവരുടെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട് വേൾഡ് കപ്പിൽ എന്നുള്ളതാണ്. 18 വേൾഡ് കപ്പാണ് അവർ കളിച്ചിട്ടുള്ളത്. അവരുടെ ഫിഫ റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 15ആണ്. സോ എല്ലാം കച്ച മുറുക്കി തന്നെയാണ് ജാവെ അഗ്വേറയുടെ സംഘം എത്തുന്നതെന്ന് നിസ്സംശയം പറയാം. ഇനി ഉള്ളത് സൗത്ത് കൊറിയ, ഏഷ്യൻ വമ്പന്മാരാണ്. അവരുടെ കോച്ചിൻ്റെ താരത്തിൻ്റെ ഒന്നും പേര് ചോദിക്കില്ല ഗൈസ്, പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പേരാണ്. നമുക്ക് ഇനി അറിയാം കടുത്ത പേരുകളാണ് വരുന്നത്. ഞാനത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഐ എം റിയലി എക്സ്ട്രീംലി സോറി ഗൈസ്. അപ്പോൾ സൗത്ത് കൊറിയയുടെ പറയുകയാണെങ്കിൽ അവർ 11ാം വേൾഡ് കപ്പിൽ 1986 ശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് വേൾഡ് കപ്പ് അടിക്കുന്ന ടീമാണ്. ഏഷ്യൻ വമ്പന്മാരാണ് അവർ. ഏഷ്യയിലെ തന്നെ അവരുടെ ബെസ്റ്റ് റെക്കോർഡ് എന്ന് പറയാൻ ഏഷ്യയിലെ തന്നെ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കളിച്ചതിൽ ഉള്ള ഒരു റെക്കോർഡ് അവർക്ക്. ഏഷ്യയിലെ ആദ്യ ടീമാണ് അവർ. അവരുടെ നോക്കുകയാണെങ്കിൽ അവസാന 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, 2 തോൽവി 3 ജയം, ഈ രീതിയിലാണ് അവരുടെ ഒരു റെക്കോർഡ്, ഒരു സ്റ്റാറ്റ്സ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഫിഫ റാങ്ക് 22ആണ്. ടോപ്പ് 30 അവർ ഉണ്ടെന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്. 22ആണ് അവരുടെ ഫിഫ റാങ്ക്. ഒരുപാട് വേൾഡ് കപ്പ് വിസ്മയിപ്പിച്ച ടീമാണ് അവർ. ഒരുപാട് ബയൺ മ്യൂണിക്കിൻ്റെയും PSG-യുടെയും അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങൾ അവർക്കുണ്ട്. പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവരുടെ ക്ലബ്ബുകൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ടീം എന്ന് പറയുന്നത് നമ്പർ 3 സൗത്ത് ആഫ്രിക്കയാണ്. 2002, 2010, 1996 എന്നീ സമയങ്ങളിലാണ് അവർ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത്. പിന്നെ 2026 അവർ കളിക്കാൻ പോകുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് മറികടന്നിട്ടുണ്ട്. നോക്കൗട്ടിൽ എത്താൻ പറ്റിയിട്ടില്ല ഒരു വേൾഡ് കപ്പിലും. അതിൽ 2010 അവർ ഹോസ്റ്റിംഗ് കൺട്രി എന്ന രീതിയിലാണ് അവർ ക്വാളിഫൈഡ് ആയത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പിന്നെ അവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, അവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായാണ് ആഫ്രിക്കൻ ക്വാളിഫയറിൽ നിന്ന് അവർ യോഗ്യത നേടിയിട്ടുള്ളത്. പിന്നെ അവസാന 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ പനാമയോട് അവർ തോൽവി സമനിലയ്ക്ക് വഴങ്ങിയിട്ടുണ്ട്. സോ അവസാന 5 മത്സരങ്ങൾ 3 തോൽവി, 1 സമനില, 1 ജയം എന്ന രീതിയിലാണ് അവരുടെ ഒരു കണക്ക് പോയിരിക്കുന്നത്. അതേപോലെ ഇനിയുള്ളത് ചെക്ക് റിപ്പബ്ലിക്. അവരുടെ വേൾഡ് റാങ്ക് ഫിഫ റാങ്ക് 59ആണ്. ഇനിയുള്ളത് ചെക്ക് റിപ്പബ്ലിക് ആണ്. ചെക്ക് റിപ്പബ്ലിക് ആണ്, സെച്ചിയ എന്ന് വിളിക്കുന്ന ചെക്ക് റിപ്പബ്ലിക്.
പിന്നെ അവരുടെ കോച്ച് എന്ന് പറയുന്നത് ഹ്യൂഗോ ബ്രൂൺ അങ്ങനെ എന്തോ കണ്ടാണ് അവരുടെ ഹ്യൂഗോ ബ്രൂസ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു കോച്ച് അവർക്കുണ്ട്. അവരുടെ ക്യാപ്റ്റൻ എന്തോ റോണി അങ്ങനെ എന്തോ കണ്ടാണ് പ്ലെയർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കൈസ് ഒന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്, അപ്പോൾ അതുകൊണ്ടാണ്. അത് 3-ാം സ്ഥാനത്ത്. ഇനി 4-ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെ ചെക്ക് റിപ്പബ്ലിക് ആണ്, സെച്ചിയ. അവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവര് 20 വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പിന് എത്തുന്നതെന്ന് നോക്കുക. അതായത് 20 വർഷങ്ങൾക്ക് ശേഷം ആണ് അവർ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. ചെക്കോസ്ലോവാക്യ ആയ സമയത്ത് അവർ റണ്ണറപ്പുകളായിട്ടുണ്ട് എന്നതാണ് അവരുടെ ഒരു മികച്ച റെക്കോർഡായിട്ടുള്ളത്. പിന്നെ അവരുടെ കോച്ച് എന്ന് പറയുന്നത് മിറാസ്ലോ കോമൻ ആണ്. ഇവാൻ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്ലെയർ അവർക്കുണ്ട്. അതേപോലെ തന്നെ അവർക്ക് 5 മത്സരങ്ങൾ, അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3 ജയം 2 സമനില എന്നിങ്ങനെയാണ് അവരുടെ റെക്കോർഡ് പോയിരിക്കുന്നത്. സോ അപരാജിതരായാണ് അവർ എത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഗ്രൂപ്പ് എ എങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ ഒരു പ്രോബബിലിറ്റി, ഗ്രൂപ്പ് എ ഫസ്റ്റ് വരാൻ ഞാൻ സാധ്യത കൽപ്പിക്കുന്നത് അഫ്കോഴ്സ് സൗത്ത് കൊറിയ ആണ്. അവർ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ അവരാണ് സൗത്ത് കൊറിയ. പിന്നെ 2-ാം സ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മെക്സിക്കോ ആണ്. അവരുടെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 3-ാം സ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക് ആണ്. എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇല്ല എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു റീസെന്റ് പെർഫോമൻസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് അവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് 4-ാം സ്ഥാനത്താണ് ഞാൻ അവരെ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ മികച്ച പിന്തുണ ഉണ്ടെങ്കിൽ, നമുക്ക് കിക്ക് ഓഫിന്റെ ആദ്യ എപ്പിസോഡാണിത്, മികച്ച പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനാകൂ. എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു വീഡിയോ വരുന്നതുവരെ